കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഐശ്വര്യ അഭിവൃദ്ധിക്ക് അഷ്ടാക്ഷര മഹാമന്ത്രം ജപിച്ച് നമുക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും പറയും എന്നും ദുരിതമാണ്, എന്നും ബുദ്ധിമുട്ടാണ്, എന്നും കഷ്ടപ്പാടാണ്. കുറച്ച് സമയം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ ജീവിത തിരക്കിൻ്റെ ഇടയിലും, ജീവിത തിരക്കെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നവർ പിന്നെ അവരെ കർമ്മം, വീട്ടിലിരിക്കുന്ന അമ്മമാരും വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഭക്ഷണം വയ്ക്കുക, കുളിക്കുക, ഊണ് കഴിക്കുക, കിടന്നുറങ്ങുക, ഭക്ഷണം വയ്ക്കുക, കുളിക്കുക, ഊണിക്കുക, ഇങ്ങനെ നിരന്തരമായിട്ടൊരു സൈക്കിൾ റൊട്ടേഷനാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സന്താനങ്ങളുടെ സൗഭാഗ്യത്തിനും ഒക്കെ ആയിട്ട്, ഐശ്വര്യ അഭിവൃദ്ധിക്കൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുകയും അതിന് സമയം കണ്ടെത്തുകയൊക്കെ ചെയ്യുമ്പോൾ അഷ്ടാക്ഷര മഹാമന്ത്രം നമുക്ക് ജപിക്കാം എന്നുള്ളതാണ്. നമ്മുടെ കുടുംബ ഐശ്വര്യത്തിനായിട്ടും സ്വന്തം ഐശ്വര്യത്തിനായിട്ടും സ്വന്തം ഉയർച്ചയ്ക്കായിട്ടും പൂർവ്വജന്മ കർമാർജിതമായ ബന്ധനങ്ങളും ഈ ജന്മത്തിലെ ദോഷങ്ങളും കർമ്മദോഷങ്ങളും ഒക്കെ മാറാനായിട്ട് അഷ്ടാക്ഷര മന്ത്രം നമുക്ക് ജപിക്കാം. രാവിലെ കുളിച്ച് ഒരു നെയ് വിളക്ക് കൊളുത്താം. നെയ് വിളക്കെന്ന് സാധാരണ കൊളുത്തുന്നതിൽ നിന്നൊരു ചെറിയ വിളക്കെടുത്ത് രാവിലെ കുളിച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു നെയ് വിളക്ക് കൊളുത്തിയിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ഈ പറയുന്ന ശ്ലോകം നമ്മൾ എല്ലാ 3 പ്രാവശ്യം വീതം ജപിക്കാം. അഷ്ടാക്ഷര മന്ത്രം 3 പ്രാവശ്യം ജപിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രമായ അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണ എന്ന മന്ത്രം, ഓം നമോ നാരായണ എന്ന മന്ത്രം യഥാശക്തി ജപിക്കാം. ജപം പൂർത്തിയായി കഴിഞ്ഞാൽ ആ ജപം എത്ര 108 1008 336 എത്ര വേണമെങ്കിലും നമുക്ക് ജപിക്കാം, ഒരു ചെറിയ നെയ്വിളക്ക് കൊളുത്തിയിട്ട്. എന്നിട്ട് അത് ജപിച്ച് കഴിയുമ്പോൾ 3 പ്രാവശ്യം നമ്മൾ വിഷ്ണുവിനെ നമസ്കരിക്കാം. 3 പ്രാവശ്യം വിഷ്ണു നമസ്കാരം നടത്തിയിട്ട് നമ്മുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു അരയാലുണ്ടെന്ന് വിചാരിക്കാം. ആ അരയാലുണ്ടെങ്കിൽ അരയാലിന് പോയിട്ട് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക. അരയാലിനെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ വീട്ടിലിരുന്ന് ജപം കഴിഞ്ഞ് തൊട്ടടുത്ത ക്ഷേത്രങ്ങളെങ്ങാനും ഉണ്ടെങ്കിൽ അരയാലിന് ചെയ്യാം, പ്രദക്ഷിണം ചെയ്യാം. ഇങ്ങനെ നിത്യേന നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ. കാരണം രാവിലെ വീട്ടിലിരുന്ന് നാമം ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ അരയാൽ അന്വേഷിച്ച് പോകണം. അപ്പോൾ അതിനേക്കാളും നല്ലതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിങ്ങൾ വിഷ്ണു ക്ഷേത്രം ഉണ്ടോ എന്ന് നോക്കാം. അവിടെ അരയാലുണ്ടാവും. ക്ഷേത്രം കണ്ടുവയ്ക്കുക. വീടിനടുത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ രാവിലെ ജോലി തിരക്കിൻ്റെ ഇടയിൽ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹനം ഉപയോഗിച്ച് അവിടെ ചെന്നിട്ട് ഒരു ക്ഷേത്രത്തിലൊരു നെയ്യ് എടുത്തിട്ട് ഒരു നെയ്വിളക്ക് നമ്മൾ സമർപ്പിക്കാനൊരു നെയ്വിളക്ക് എടുത്തിട്ട് അവിടെ ഏതെങ്കിലും പുറത്തെ കൽവിളക്കിലോ എവിടെയെങ്കിലും നെയ്വിളക്ക് ഒഴിക്കുക. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് നമ്മൾ ഈ അഷ്ടാക്ഷര മന്ത്രം നമ്മൾ ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 336 അല്ലെങ്കിൽ 1008 നിങ്ങൾക്ക് സമയമുള്ള പോലെ നിങ്ങളത് ജപിക്കുക. അവിടെ ഇരുന്ന് ജപിച്ചതിന് ശേഷം ജപം പൂർത്തിയായി കഴിഞ്ഞ് ഒന്ന് ഭഗവാനെ നമ്മൾ നമസ്കരിക്കുക, സാഷ്ടാംഗം നമസ്കരിക്കുക. ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം പതുക്കെ പുറത്ത് വന്ന് ആലുണ്ടെങ്കിൽ ആ ആലിനെ ഒന്ന് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക. ഒറ്റയടിക്ക് കാര്യങ്ങൾ കഴിഞ്ഞു, വീട്ടിൽ തന്നെ ഇരിക്കണമെന്നില്ല. 3 പ്രാവശ്യം ആ ആലിനെ പ്രദക്ഷിണം ചെയ്യുക. ഇങ്ങനെ നമ്മൾ നിത്യേന കുറച്ച് ദിവസം ഒരു 12 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 8 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 21 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 18 ആഴ്ചയോ ഒക്കെ നമ്മളിത് ചെയ്യുക. നമ്മുടെ സൗകര്യപ്രദമായ രീതിയിൽ നമ്മൾ അത് മനസ്സിൽ കാണുക. അങ്ങനെ ചെയ്തിട്ട് അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വിഷ്ണു പ്രീതി മൂലം നമുക്ക് അത്ഭുതകരമായ രീതിയിൽ ഉയർച്ചയുണ്ടാകും. 18 ആഴ്ചയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ 18 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, അത്ഭുതപൂർവമായ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ലെവലേശം സംശയമില്ല. ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഗോചരവശാലുള്ള വ്യാഴവും അല്ലാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും.